രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. എന്മേ ജ്യേഷ്ഠം പ്രിയം പുത്രം യുവരാജ്യസ്ഥമിച്ഛത. എന്റെ 4 മക്കളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമനായിരിക്കുന്ന രാമനെ, എനിക്ക് എല്ലാ പ്രകാരത്തിലും പ്രിയമുള്ളവനായ രാമനെ നിങ്ങൾ എല്ലാവരും യുവരാജാവായിട്ട് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതും എത്രയും വേഗം അഭിഷിക്തം ആയി രാമനെ കാണാനായിട്ട് ആഗ്രഹിക്കും. അത് എൻ്റെ സൗഭാഗ്യം. നിങ്ങളുടെ എല്ലാവരുടെയും ഇംഗിതമനുസരിച്ചിട്ട് ഞാൻ രാമനെ എത്രയും വേഗം അഭിഷേകം ചെയ്യാം. അതേ അവരോട് പറഞ്ഞു. വസിഷ്ഠനും വാമദേവനും മറ്റെല്ലാ ഋഷിമാരും വളരെ സന്തോഷത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കവേ, എല്ലാ നാട്ടുകാരും സന്തോഷത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കവേ ദശരഥ മഹാരാജാവ് പ്രഖ്യാപിച്ചു, ചൈത്ര ശ്രീമാൻ അയം മാസ പുണ്യ പുഷ്പിതകാനന. ഈ മാസം ചൈത്രമാണ്. ചിത്തിര നക്ഷത്രത്തില് പൗർണമി വരുന്നതായ മാസം, അതാണ് ചൈത്രമാസം. ആ ചൈത്രമാസത്തിലെ പുണ്യമയമായിരിക്കുന്ന സന്ദർഭം വസന്ത ഋതുവാണ്. ചൈത്രം പിറക്കുമ്പോഴേക്കും ഈ ഭൂമിയിൽ ആരംഭിക്കുക. 6 ഋതുക്കൾ ഉള്ളതിൽ ഏറ്റവും സുന്ദരമാണ് വസന്തം. ഓരോ ഋതുവിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. കാളിദാസന്റെ ഋതുസംഹാരം എന്നുള്ളതായ കാവ്യത്തില് ഈ 6 ഋതുക്കളുടെയും മനോഹാരിതയെ കാളിദാസൻ അങ്ങേറ്റം ഹൃദയഹാരിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വസന്തത്തിന്റെയും ശരത്തിന്റെയും ഗ്രീഷ്മത്തിന്റെയും വർഷ ഋതുവിന്റെയും ഒക്കെ വർണ്ണന, ഹേമന്ത ഋതുവിന്റെയും വർണ്ണന നമുക്ക് വാൽമീകി രാമായണത്തിലും വളരെ വിശദമായിട്ട് കാണുവാനായി സാധിക്കും. ഓരോ ഋതുവിലും ഏതെല്ലാം വൃക്ഷങ്ങൾ പൂക്കുന്നു, ഏതെല്ലാം വൃക്ഷങ്ങൾ ഫലിക്കുന്നു, ഏതെല്ലാം വൃക്ഷങ്ങളിലെ കായകളെല്ലാം പാകമായി തീരുന്നു, അന്തരീക്ഷത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ആകാശത്തിൽ എന്തെല്ലാം മനോഹരങ്ങളായിട്ടുള്ള ദൃശ്യങ്ങൾ പ്രകടമാകുന്നു, മൃഗങ്ങളിലും പക്ഷികളിലുമൊക്കെ ഏതെല്ലാം പ്രകാരത്തിലുള്ളതായ പ്രവൃത്തികളാണ് കാണപ്പെടുന്നത്. അവരുടെ എല്ലാം സന്തോഷം ഓരോ ഋതുവിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് എല്ലാം വാൽമീകി നമുക്ക് വളരെ മനോഹരമായിട്ട് വാക്കുകൾ കൊണ്ട് വർണ്ണിച്ച് കാണിച്ചു തരുന്നു. നമ്മുടെ ഭാരതം ഇപ്പോഴും സുന്ദരിയാണ്, യാതൊരു കുറവുമില്ല. എങ്കിലും എത്രമാത്രം സുന്ദരിയായിരുന്നു അന്ന്, അതേപോലെ തന്നെ കാലാവസ്ഥ എത്രമാത്രം അനുഭൂതിജനകമായിരുന്നു അന്ന് എന്നെല്ലാം നമുക്ക് വാൽമീകി രാമായണത്തിലൂടെ കടന്നു വരുമ്പോഴേക്കും, കാളിദാസ കൃതികളിലൂടെ കടന്നു വരുമ്പോഴേക്കും, അതേപോലെ പുരാണങ്ങളിലൂടെ കടന്നു വരുമ്പോഴേക്കും ഒക്കെ നമുക്ക് കാണാം അന്നത്തെ വളരെ യഥാർത്ഥമായ ചിത്രം നമുക്കിവിടെ ലഭിക്കുന്നു. എന്ന് നമ്മൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ വളരെ പ്രകാരത്തില് താറുമാറാക്കിയിട്ടുണ്ട്. എന്നിട്ട് കൂടിയും പ്രകൃതിയുടെ സൗന്ദര്യം ഭാരതത്തില് തീരെ ഇല്ലാതായി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പ്രവൃത്തി ദോഷം മൂലം ഉണ്ടായതായ കുറവുകളെ പരിഹരിക്കാൻ നാം ഒത്തൊരുമിച്ച് മനസ്സ് വെച്ചാൽ സാധിക്കും വളരെ വേഗത്തില്. അത്ര കണ്ട് സമ്പുഷ്ടമാണ് ഈ ഭാരതത്തിന്റെ മണ്ണും അന്തരീക്ഷവും. അത് പഴയകാലത്ത് ഏത് പ്രകാരത്തിലായിരുന്നു എന്ന് നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ ശ്രീമത്തായിരിക്കുന്ന ഐശ്വര്യ സമ്പുഷ്ടമായിരിക്കുന്ന ചൈത്രമാസമാണിത്, പുണ്യമയമായ മാസമാണിത്. വസന്ത ഋതു അതിന്റെ എല്ലാ സൗന്ദര്യത്തോടുകൂടിയും നിറഞ്ഞ് ആടി നിൽക്കുന്നതായ സന്ദർഭമാണിത്. കാടുകളെല്ലാം പൂവണിഞ്ഞിരിക്കുന്നു. പുഷ്പിതകാനനഃ. ഈ സമയത്ത് യൗവരാജ്യായ രാമസ്യ സർവമേവ ഉപകൽപ്യതാം.
ശ്രീരാമചന്ദ്രന്റെ യുവരാജ്യാഭിഷേകം, യുവരാജാവായിട്ട് രാമനെ അഭിഷേകം ചെയ്യുക എന്നുള്ളതായ പവിത്രമായിരിക്കുന്ന കർമ്മം, അതിനു വേണ്ടിയിട്ട് എന്തെന്തൊക്കെ പദാർത്ഥങ്ങളാണോ വേണ്ടത് അതെല്ലാം സജ്ജീകരിക്കുക, അതെല്ലാം കൊണ്ടുവരിക. അതേപോലെ എന്തെല്ലാം ഒരുക്കങ്ങളാണോ വേണ്ടത് അതെല്ലാം വളരെ വേഗത്തില് നമുക്ക് സംഭരിക്കുക. ഇങ്ങനെ മഹർഷിമാരുടെ മുന്നിൽ വെച്ചിട്ട് എല്ലാവരോടുമായിട്ട് ദശരഥ മഹാരാജാവ് പറയുന്ന അവസരത്തില് രാജാവ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ജനഘോഷോ മഹാനഭൂത്, വലുതായ ശബ്ദം, ആഹ്ലാദത്തിന്റെ തിരയടി അവിടെ ഉടൻ തന്നെ ഉയർന്ന് കേട്ടു. കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വന്നു മഹാരാജാവിന് അടുത്ത വാക്കുകൾ പറയാൻ. അത് മെല്ലെ അടങ്ങിയപ്പോ രാജാവായ ദശരഥൻ വസിഷ്ഠനോടും അതേപോലെ തന്നെ മറ്റ് എല്ലാ മുനിമാരോടുമായിട്ട് എത്രയും വേഗം അതിനു വേണ്ടിയിട്ടുള്ളതായ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ അഭ്യർത്ഥന മുഖ്യമായും വസിഷ്ഠനോടായിരുന്നു. വസിഷ്ഠം മുനിശാർദൂലം, മഹർഷിമാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന വസിഷ്ഠനോട് മഹാരാജാവ് പറഞ്ഞു, അഭിഷേകായ രാമസ്യ യത്കർമ്മ സപരിച്ഛദം തദദ്യ ഭഗവാൻ സർവം ആജ്ഞാപയിതുമർഹസി. അല്ലയോ ഭഗവാനെ, മഹാഗുരു, ശ്രീരാമചന്ദ്രന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് എന്തെന്തൊക്കെയാണോ പ്രവൃത്തികൾ നാം ചെയ്യേണ്ടത് അത് മുഴുവൻ അങ്ങേക്ക് അറിയാം. അങ്ങ് അത് പറഞ്ഞു തന്നാലും എന്തെന്തൊക്കെ പദാർത്ഥങ്ങളാണോ സംഭരിക്കേണ്ടത് അങ്ങ് പറഞ്ഞു തന്നാലും എന്തെന്തൊക്കെ ഒരുക്കങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം അങ്ങ് പറഞ്ഞു തന്നാലും അങ്ങ് പറയുന്നതിനനുസരിച്ചിട്ട് യാതൊരു കുറവും സംഭവിക്കാതെ വളരെ വേഗത്തിൽ എല്ലാം ഇവിടെ ഒരുങ്ങുന്നതാണ്. അത് അങ്ങ് എന്തൊക്കെ വേണമെന്ന് അങ്ങ് ആജ്ഞാപയിതുമർഹസി, അങ്ങ് ആജ്ഞാപിക്കണം. ഗുരുനാഥൻ ആജ്ഞാപിക്കുക വേണ്ടത്, അങ്ങ് ആജ്ഞാപിക്കണം, ഞങ്ങൾ അത് ഉടനെ തന്നെ നിർവഹിക്കുന്നതാണ് എന്ന് മഹാരാജാവ് വസിഷ്ഠ ഋഷിയോട് പറഞ്ഞു. അപ്പോഴേക്കും തച്ഛ്രുത്വ ഭൂമിപാലസ്യ വസിഷ്ഠോ മുനിസത്തമ, രാജാവായിരിക്കുന്ന ദശരഥന്റെ ആ വാക്കുകൾ കേട്ടിട്ട് മുനിസത്തമനായിരിക്കുന്ന വസിഷ്ഠൻ ആദിദേശ അഗ്രതോരാജ്ഞ സ്ഥിതാൻ യുക്താൻ കൃതാഞ്ജലീൻ, മഹാരാജാവിന്റെ സേവകന്മാര്, ഉദ്യോഗസ്ഥന്മാര് അദ്ദേഹത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതായ സൈന്യങ്ങള്, സൈന്യാധിപന്മാര്, മന്ത്രിമാര്, അവരോടായിട്ട് വസിഷ്ഠ ഋഷി എങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചു. എന്തൊക്കെയാ കൊണ്ടുവരാൻ പറഞ്ഞത്? സുവർണാദീനി രത്നാനി ബലീൻ സർവൌഷധീരവി, സ്വർണം, രത്നങ്ങൾ, എല്ലാ പ്രകാരത്തിലുമുള്ള രത്നങ്ങൾ, അതേപോലെ തന്നെ വിലപിടിപ്പുള്ളതായ എല്ലാ പദാർത്ഥങ്ങളും, എല്ലാ പൂജാദ്രവ്യങ്ങളും, എല്ലാ ഔഷധികളും എല്ലാം ഇവിടെ ഉടനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് എന്തെന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, എന്തെന്തൊക്കെയാണ് സജ്ജീകരിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് വേദി ഒരുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ആ സഭയെയും ആ രാജ്യത്തെയും അലങ്കരിക്കേണ്ടത് എല്ലാം അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നത് ഈ മൂന്നാമത്തെ സർഗത്തിൽ നമുക്ക് നേരിട്ട് ഹൃദയം കൊണ്ട് അനുഭവിക്കാനായി സാധിക്കും. ആ അവസരത്തില് എല്ലാവരും വസിഷ്ഠ ഋഷിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ആ ഒരുക്കങ്ങളെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന്റെ കൽപ്പനയാൽ പുറപ്പെട്ടു. ആ അവസരത്തിൽ തഥ സുമന്ത്രം ദ്യുതിമാൻ രാജാ വചനമബ്രവീത്, സുമന്ത്രനോട് മഹാരാജാവായ ദശരഥൻ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ സദസ്സിൽ രാമനില്ല, ലക്ഷ്മണനോ ഭരതനോ ശത്രുഘ്നനോ ഇല്ല. രാജാവിന്റെ കുടുംബത്തിലുള്ള ഏറ്റവും അടുത്ത ഇത്തരം ബന്ധുക്കൾ, രാജ്യത്തിന്റെ അവകാശികൾ
അവരാരും തന്നെ ആ സദസ്സിലില്ല. ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് രാമനെ വിളിച്ചിട്ട് എല്ലാവരും കേൾക്കെ രാമനോട് ഇക്കാര്യം പറയണം. എന്താ തീരുമാനമെടുത്തിരിക്കുന്നു എന്നത്, എപ്പോഴാണ് അത് നിർണയിക്കുന്നത് എന്ന് രാമനോട് പറയണം എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അതുകൊണ്ടാണ് സുമന്ത്രരെ വിളിച്ചിട്ട് ആ സദസ്സ് പിരിയുന്നതിന് മുമ്പ് തന്നെ മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞത്, രാമ കൃതാത്മാ ഭവത ശീഘ്രം അനീയതാമിതി. അല്ലയോ സുമന്ത്രരെ, അങ്ങേറ്റം തെളിവുറ്റ ജ്ഞാനസമ്പന്നമായ ശീലഗുണയുക്തമായ മനസ്സോടുകൂടിയ അന്തരംഗത്തോടുകൂടിയ ആ ശ്രീരാമചന്ദ്രനെ വളരെ വേഗത്തില് ഈ മഹാസഭയിലേക്ക് കൊണ്ടുവന്നാലും മഹാരാജാവ് ആജ്ഞാപിച്ചു. അപ്പോഴേക്കും സുമന്ത്രൻ മറുപടി പറഞ്ഞു, അങ്ങനെ തന്നെ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് സുമന്ത്രർ രാജാവിന്റെ നിർദ്ദേശമനുസരിച്ച് വളരെ വേഗത്തിൽ പുറപ്പെട്ടു രാമന്റെ കൊട്ടാരത്തിലേക്ക്. അവിടെ ശ്രീരാമചന്ദ്രനുണ്ട്. ആ കൊട്ടാരത്തിൽ ചെന്ന് മഹാരാജാവിന്റെ നിർദ്ദേശം അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ സുമന്ത്രരോടൊപ്പം ആ തേരില് ആ സഭാഗ്രഹത്തിലേക്ക് വരികയാണ്. അതിന്റെ മുന്നിലെത്തി തേര് നിർത്തി രാമൻ ആ തേരിൽ നിന്നിട്ട് ഇറങ്ങി. രാമൻ തേരിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സുമന്ത്രര് വളരെയേറെ ആദരവോടുകൂടിയിട്ട് രാമനെ തേരിൽ നിന്ന് ഇറങ്ങാനൊക്കെ സഹായിക്കുകയാണ്. ആരുടെയും സഹായമൊന്നും വേണ്ട, എങ്കിലും ആ സ്നേഹത്തിന്റെ ആധിക്യം സുമന്ത്രർക്ക് രാമനോട്. അതുകൊണ്ട് രാമനെ ആ തേരിൽ നിന്നിട്ട് ഇറങ്ങാനായിട്ട് അദ്ദേഹം സഹായിക്കുന്നു. അങ്ങനെ രാമൻ അവിടെ ഇറങ്ങി എന്നിട്ട് വളരെ വേഗത്തിൽ നടക്കുകയാണ് ആ സഭയ്ക്കുള്ളിലേക്ക്. എവിടെയാണോ മഹാരാജാവ് ഇരിക്കുന്നത് അവിടേക്ക്. ആരുരൂഹ നൃപം ദ്രഷ്ടം സഹസാ തേന രാഘവ.